Hi Kiran Jain, welcome back to my channel. Cadets 2026 ഇന്ത്യൻ ആർമി റാലിയുടെ എക്സാം സ്റ്റാർട്ട് ആകാൻ പോവുകയാണ്. അഡ്മിറ്റ് കാർഡും ആൾറെഡി ഔട്ടായി കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇനി അങ്ങോട്ടുള്ള 10 ഡേയ്സിൽ നിങ്ങൾ എങ്ങനെ പ്രിപ്പറേഷൻ മെയിൻറ്റെയിൻ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ചുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ്. വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്പ് ആവുന്നതായിരിക്കും. പരമാവധി ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും. നിങ്ങളും ഇന്ത്യൻ ആർമിയിലെ ഏത് ട്രേഡിനെ തയ്യാറെടുക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിലും GD, ട്രേഡ്സ്മാൻ, WMB, ടെക്നിക്കൽ, ക്ലർക്ക്, ഏത് ട്രേഡ് ആണെങ്കിലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്പ് ആവുന്നതായിരിക്കും. തീർച്ചയായിട്ടും കണ്ടിരിക്കണം. നിങ്ങൾ ഏതൊക്കെ പോർഷനാണ് പഠിക്കേണ്ടത്, എവിടെയാണ് ഇനി കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശേഷം റൈറ്റ് സൈഡിലെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നിട്ടൊരു ഡിഫൻസ് ജോബ് കിട്ടുന്നിടം വരെ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കേഡറ്റ്സ് 2026 ആർമി റാലിയുടെ എക്സാം സ്റ്റാർട്ട് ആകാൻ പോവുകയാണ്. ആന ഡിഫൻസ് അക്കാഡമിയിൽ ഇപ്പോൾ പ്രസന്റ്ലി SSGയുടെ ഫിസിക്കൽ ട്രെയിനിങ് ആൾറെഡി സ്റ്റാർട്ട് ആയിരിക്കുകയാണ്. ഏതെങ്കിലും കേഡറ്റ്, അതായത് ഈ ഒരു വീഡിയോ കാണുന്ന ഏതെങ്കിലും കേഡറ്റ് SSGDക്ക് തിരഞ്ഞെടുക്കുന്ന കേഡറ്റ് ആണെങ്കിൽ എക്സാം എഴുതി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇങ്ങോട്ട് വരാവുന്നതാണ്. നമ്മുടെ അക്കാഡമിയിൽ SSGയുടെ സ്പെഷ്യൽ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. രാവിലെയും വൈകിട്ടും ട്രെയിനിങ് അവൈലബിൾ ആണ്. ഹോസ്റ്റൽ ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ആർമി റാലിയുടെ എക്സാം എഴുതിയ കുട്ടികളും അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, എക്സാം എഴുതിയതിന് ശേഷം നിങ്ങൾ പാസ്സാകുമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാവുന്നതാണ്. ഈ തവണ നിങ്ങളുടെ ചാൻസ് ഒരിക്കലും മിസ്സാകത്തില്ല. ഫിസിക്കലിലെ 100 മാർക്കിൽ 100 മാർക്ക് നിങ്ങൾക്ക് ഇവിടെ നിന്ന് നേടിത്തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം. നോക്കൂ കുട്ടികളെ, ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടായിരിക്കും ഞാൻ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് അഡ്മിറ്റ് കാർഡിനെ കുറിച്ച്. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ആൾറെഡി ഷെയർ ചെയ്തതാണ് അഡ്മിറ്റ് കാർഡിൻ്റെ അപ്ഡേറ്റ്. എന്നാൽ ഒന്നുകൂടി ഞാൻ പറയാം. മിക്ക കുട്ടികൾക്കും അഡ്മിറ്റ് കാർഡ് ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്, ചില കുട്ടികൾക്ക് ലഭിച്ചിട്ടില്ല. അതിൻ്റെ റീസണും ഈ ഒരു അപ്ഡേറ്റിൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 21 മെയ് ആണ്. ഈ ഒരു ഡേറ്റ് മുന്നേ തന്നെ എല്ലാ കുട്ടികൾക്കും അഡ്മിറ്റ് കാർഡ് ലഭിക്കുന്നതായിരിക്കും. അതിനുശേഷവും ആർക്കെങ്കിലും ലഭിച്ചില്ല എങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. 2 to 3 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ഫോം ഫില്ലിംഗ് പ്രോപ്പറായിട്ട് സബ്മിറ്റ് ആയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അവരുടെ അഡ്മിറ്റ് കാർഡ് ലഭിക്കുന്നതായിരിക്കും. ട്രേഡ് വൈസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാ കുട്ടികളും ഒന്ന് കമൻറ്റ് ചെയ്തിരിക്കണം നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ലഭിച്ചിട്ടുണ്ടോ അതോ ഇല്ലയോ എന്നതിനെക്കുറിച്ച്. ആർക്കെങ്കിലും ഏതെങ്കിലും രീതിയിൽ പ്രോബ്ലം വരികയാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ഓഫീസ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. GD, ട്രേഡ്സ്മാൻ, WMB, ടെക്നിക്കൽ, എല്ലാ ട്രേഡിൻ്റെയും എക്സാം ഉടനെ സ്റ്റാർട്ട് ആകാൻ പോവുകയാണ്. ഈ തവണത്തെ വേക്കൻസിയുടെ കാര്യം പറയുകയാണെങ്കിൽ 1 lakh പ്ലസ് വേക്കൻസിയാണ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത്രയാണ് കുട്ടികളെ 1 lakh പ്ലസ് വേക്കൻസിയാണ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം എക്സാമിൻ്റെ അപ്ഡേറ്റ്. ആർമിയുടെ കാര്യം പറയുകയാണെങ്കിലും നേവി ആണെങ്കിലും എയർഫോഴ്സ് ആണെങ്കിലും ഏജ് ലിമിറ്റ് എല്ലാവർക്കും അറിയാവുന്നതാണ്. 17.5 വയസ്സ് മുതൽ 20.6, അതായത് 20 വയസ്സും 6 മാസം വരെയുള്ള കുട്ടികൾക്ക് തയ്യാറെടുക്കാൻ പറ്റുന്ന ഫോഴ്സാണ് ആർമി, നേവി, എയർഫോഴ്സ് എന്ന് പറയുന്നത്. ഈ ഒരു ക്രൈറ്റീരിയ വെച്ച് നോക്കുമ്പോൾ +2 കഴിഞ്ഞിറങ്ങുന്ന കൂടുതലും കുട്ടികളാണ് ഈ ഫോഴ്സിലേക്കൊക്കെ തയ്യാറെടുക്കുന്നത്. അങ്ങനെയുള്ള കുട്ടികളുടെ ഒരു മെയിൻ പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ അവർക്ക് കൺസിസ്റ്റൻസി വളരെ കുറവായിരിക്കും. അവർ നല്ലപോലെ ഫോക്കസ് ചെയ്ത് പഠിക്കത്തുമില്ല. അങ്ങനെയുള്ളവർക്ക് ഈ ലാസ്റ്റ് ഡേയ്സിൽ പ്രിപ്പറേഷൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതായത് ഇതുവരെ ഒന്നും പഠിച്ചില്ല, ഇനി എന്തോ പഠിക്കണമെന്ന് അറിഞ്ഞുകൂടാ, അങ്ങനെയുള്ളവർക്കും ഈ ഒരു കാര്യം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ പോർഷൻസ് എല്ലാം കവർ ചെയ്തിട്ട് ഇനി എന്തോ ഫോക്കസ് ചെയ്യണം എന്നും പറഞ്ഞിരിക്കുന്ന കുട്ടികൾക്കും ഈ ഒരു വീഡിയോ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 പോയിന്റ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓരോരോ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ കേൾക്കണം. ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്, നോക്കൂ കുട്ടികളെ, ഡേ എന്ന് ഉദ്ദേശിക്കുന്നതല്ല ഇവിടെ, അതായത് ഒരു ദിവസം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ പറയുന്നത് കേട്ടോ. അതായത് Day 1, Day 2, Day 3, Day 4 എന്നല്ല, ഒരു ദിവസം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോകണം നെക്സ്റ്റ് 10 ഡേയ്സിൽ. ഫസ്റ്റാണ് മോഡൽ പേപ്പർ. നിങ്ങൾ ഏത് ട്രേഡിനാണോ തയ്യാറെടുക്കുന്നത് ആ ഒരു ട്രേഡിൻ്റെ മോഡൽ പേപ്പേഴ്സ് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ സോൾവ് ചെയ്ത് മുന്നോട്ട് പോകണം. ഇന്ത്യൻ ആർമി എല്ലാ ട്രേഡിൻ്റെയും മോഡൽ പേപ്പർ ആൾറെഡി ഔട്ട് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. സോ ഫസ്റ്റ് പോയിൻ്റാണ് മോഡൽ പേപ്പർ എല്ലാവരും പ്രാക്ടീസ് ചെയ്തിരിക്കണം. നിങ്ങൾ ഏത് ട്രേഡിനാണോ അപ്ലൈ ചെയ്തിരിക്കുന്നത് ആ ട്രേഡിൻ്റെ മോഡൽ പേപ്പർ വേണം നിങ്ങൾ സോൾവ് ചെയ്യേണ്ടത്. സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് തിയറി 1-liner ക്വസ്റ്റ്യൻ. അതായത് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനകത്ത് അതിനകത്തുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാതെ, അതായത് തിയറി ഫുൾ പഠിക്കാതെ 1-liner ക്വസ്റ്റ്യൻസ് മാത്രം കവർ ചെയ്ത് മുന്നോട്ട് പോവുക. ചാപ്റ്റർ ഫുൾ പഠിക്കാനായിട്ട് നിൽക്കരുത്, അതിനകത്ത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാത്രം കവർ ചെയ്ത് പോവുക. നെക്സ്റ്റ് ആണ് സബ്ജക്റ്റ് ടോപ്പിക് വൈസ് MCQ. നോക്കൂ കുട്ടികളെ, ഇവിടെയും ആ ഒരു പോയിന്റ് തന്നെയാണ്, പക്ഷേ ഡിഫറൻ്റ് ഉണ്ട്. ഫോർ എക്സാമ്പിളായിട്ട് നമ്മൾ ഇതിനെ DPP എന്ന് പറയും, ഡെയിലി പ്രാക്ടീസ് പേപ്പർ. ഏതെങ്കിലും ഒരു ചാപ്റ്റർ എടുത്താൽ ആ ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട 20 to 30 ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. എന്നാൽ ആ ക്വസ്റ്റ്യൻസ് ഇനി നിങ്ങൾ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം. ഏത് ചാപ്റ്റർ എടുക്കുകയാണെങ്കിലും കെമിസ്ട്രിയുടെ 8 to 9 ചാപ്റ്റേഴ്സ് ഉണ്ട്, ബയോളജി 9 ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിനകത്ത് MCQ ടൈപ്പ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്താണ് അത് മാത്രം കവർ ചെയ്ത് പോവുക. സെക്കൻഡ് പോയിന്റിൽ എന്താണ് 1-liner ക്വസ്റ്റ്യൻസ് ആണ്. അവിടെ നിങ്ങൾക്ക് 80 or 100 ക്വസ്റ്റ്യൻസിനടുത്ത് വരും. ഈ MCQ എന്ന് പറയുമ്പോൾ സബ്ജക്ട് റിലേറ്റഡ്, അതേപോലെ തന്നെ ടോപ്പിക് റിലേറ്റഡ് എന്ന് പറയുമ്പോൾ അവിടെ 24 to 30 ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻറ്റ് കാണും. അത് നിങ്ങൾ കവർ ചെയ്ത് പോകണം. ക്ലിയർ? സോ യുവർ ലാസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് മോക്ക് ടെസ്റ്റ്. മോക്ക് ടെസ്റ്റ് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്തിരിക്കണം. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യണം. മോക്ക് ടെസ്റ്റും അതേപോലെ തന്നെ ഈ ഒരു മോഡൽ പേപ്പർ തമ്മിലുള്ള വ്യത്യാസം എന്താണ്?
വ്യത്യാസമുണ്ടോ? ഡെഫിനറ്റ്ലി വ്യത്യാസമുണ്ട്. മോഡൽ പേപ്പർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ ഒരു പേപ്പർ എടുത്തിട്ട് 1.5 മണിക്കൂർ 2 മണിക്കൂർ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യും. പക്ഷേ മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് അതല്ല. പ്രോപ്പറായിട്ട് 1 മണിക്കൂർ കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ട് ആ 1 മണിക്കൂർ പ്രോപ്പറായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. അതിനാണ് മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത്. അറ്റൻഡ് ചെയ്തതിന് ശേഷം അതിനകത്ത് നിങ്ങൾ നല്ലപോലെ ഒന്ന് ട്രാക്ക് ചെയ്യണം. എന്താണ് ട്രാക്ക് ചെയ്യേണ്ടത്? ഏത് പോർഷനിൽ നിന്നാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ മിസ്സായിട്ടുള്ളത്, നിങ്ങൾ എന്തൊക്കെ മിസ്റ്റേക്കാണ് കാണിച്ചിരിക്കുന്നത്, അത് കറക്റ്റായിട്ട് നിങ്ങൾ ട്രാക്ക് ചെയ്ത് ഒരു ബുക്കിൽ നോട്ട് ചെയ്യണം. എന്നിട്ട് ഓരോ ദിവസവും മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നതനുസരിച്ച് ആ ഓരോ മിസ്റ്റേക്കിൽ നിങ്ങൾ കവർ ചെയ്ത് പോകണം. ഇതുകൂടി നിങ്ങൾ കറക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ തവണത്തെ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ക്ലിയർ ആയല്ലോ? എല്ലാ കാര്യവും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഈ ഒരു ലാസ്റ്റ് 10 ഡേയ്സിൽ ഇതേ രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്തിരിക്കണം. നല്ല രീതിയിൽ നിങ്ങൾക്ക് ഹെൽപ്പ് കിട്ടുന്നതായിരിക്കും. മോഡൽ പേപ്പറിൻ്റെ കാര്യം പറയുമ്പോൾ അവിടെ തന്നെ GS ഉണ്ട്, മാത്സ് ഉണ്ട്, റീസണിംഗ് ഉണ്ട്, GK ഉണ്ട്. മോഡൽ പേപ്പർ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും. നേരത്തെ ഞാൻ പഠിച്ച സബ്ജക്റ്റ് വൈസ് അനുസരിച്ച് അല്ലെങ്കിൽ ടോപ്പിക് വൈസ് അനുസരിച്ച് ഈ ടോപ്പിക് ഇമ്പോർട്ടൻ്റ് ആണ്, ഈ സബ്ജക്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, അതെല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. അതനുസരിച്ച് പഠിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്പ് ആകുമെന്ന്. ഡെഫിനറ്റ്ലി ഹെൽപ്പ് ആകുന്നതാണ്. ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ 4 ടിപ്സ് എല്ലാവരും ഫോളോ ചെയ്യുക. കുട്ടികളെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആനന്ദ് ഡിഫൻസ് അക്കാഡമി യൂട്യൂബിൽ തന്നെ ഫ്രീ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും കയറി കാണണം. GSൻ്റെയും മാത്സിൻ്റെയും എല്ലാത്തിൻ്റെയും ഫ്രീ ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 1 മണിക്കൂർ വീതം വെച്ചാണ് ക്ലാസ്സുകൾ. സ്കിപ്പ് ചെയ്യരുത്, കയറി കാണുക, ഹെൽപ്പ് ആവുന്നതാണ്. നമ്മുടെ കേരളത്തിലെ വേറെ ഒരു ചാനലും ഇതേ രീതിയിൽ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതേപോലെ ആനന്ദ് ഡിഫൻസ് അക്കാഡമി ഓൺലൈൻ ക്ലാസ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇനി 10 ഡേയ്സേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു 10 ഡേയ്സിൽ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു ബെനിഫിറ്റ് കിട്ടുമെന്ന് തോന്നിയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇവിടുന്ന് റെക്കോർഡഡ് ക്ലാസ് ലഭിക്കുന്നതായിരിക്കും. അതായത് ക്ലാസ്സുകളെല്ലാം കംപ്ലീറ്റ് ആയി, ഇനി നിങ്ങൾക്ക് ലഭിക്കുന്ന റെക്കോർഡഡ് ക്ലാസ് ആയിരിക്കും. ക്ലിയർ ആയാലോ? സ്റ്റഡി മെറ്റീരിയൽ കിട്ടുന്നതായിരിക്കും, മോക്ക് ടെസ്റ്റും കിട്ടുന്നതായിരിക്കും. ആൾറെഡി നമ്മളിപ്പോൾ ഫീസ് കട്ട് ചെയ്തിട്ടുണ്ട്, അതായത് ഫീസ് കുറച്ചിട്ടുണ്ട്. 50% ഓഫറിലാണ് ഇപ്പോൾ ഈ ഒരു ഫീസ് നമ്മൾ മൂവ് ചെയ്യുന്നത്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. ഫുൾ ക്ലാസ് ലഭിക്കുന്നതായിരിക്കും. എല്ലാ ട്രേഡിൻ്റെയും GD, ട്രേഡ്സ്മാൻ, WMP, NA ടെക്, OA എല്ലാത്തിൻ്റെയും ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനിയും 10 ഡേയ്സ് നിങ്ങളുടെ കയ്യിലുണ്ട്. ഇനിയും നിങ്ങൾ നല്ലപോലെ കറക്റ്റായിട്ടൊരു സ്റ്റഡി പ്ലാൻ കൊണ്ടുപോയാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് സ്റ്റേജ് ക്രോസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതിനുശേഷം പിന്നെ ഫിസിക്കലി നല്ലപോലെ നേടുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് സ്റ്റേജ് നിങ്ങൾ ഈസി ആയിട്ട് ക്രോസ് ചെയ്യും. നല്ലപോലെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് സ്റ്റേജും അതേപോലെ തന്നെ സെക്കൻഡ് സ്റ്റേജും ക്രോസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഡിഫൻസ് റിലേറ്റഡ് എല്ലാ കാര്യങ്ങളും അറിയാൻ വേണ്ടി ആനന്ദ് ഡിഫൻസ് അക്കാഡമി ഒരു വാട്സപ്പ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ ആ ചാനൽ ഒന്ന് ജോയിൻ ചെയ്താൽ മതി. അവിടെ അപ്ഡേറ്റഡ് കാര്യങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതേപോലെ നിങ്ങൾ ഡ്രീം ഒരു ഡിഫൻസ് ജോബ് ആണെങ്കിൽ ഡിഫൻസ് ജോബായിട്ട് ഡയറക്റ്റ് കണക്റ്റിലിരിക്കാനും പറ്റുന്നതായിരിക്കും. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. എല്ലാ കുട്ടികളും ഉടനെ ജോയിൻ ചെയ്യുക. നമ്മുടെ കേരളത്തിലെ എല്ലാ കുട്ടികളിലും ആ ഒരു ലിങ്ക് എത്തിയിരിക്കണം. കാരണം ഒരു കുട്ടിക്ക് പോലും ഒരു പ്രോബ്ലം വരാൻ പാടില്ല. ഡിഫൻസ് റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആയിട്ട് പോകണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പർ സേവ് ചെയ്യാവുന്നതാണ്. വാട്സപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം അല്ലെങ്കിൽ കോൾ ചെയ്യാവുന്നതാണ്. ഡിഫൻസ് റിലേറ്റഡ് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അക്കാഡമിയിലെ കോഴ്സ് റിലേറ്റഡ് ഡൗട്ട് ആണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാ കാര്യങ്ങളും വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ നിന്ന് പറഞ്ഞു തരുന്നതായിരിക്കും. ആനന്ദ് ഡിഫൻസ് അക്കാഡമിയിൽ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. സ്വന്തമായിട്ട് റണ്ണിങ് ഗ്രൗണ്ട് ഉണ്ട്. എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണ്. കോച്ചും അവൈലബിൾ ആണ്. രാവിലെ വൈകിട്ടും ട്രെയിനിങ്ങും അവൈലബിൾ ആണ്. എക്സാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഫിസിക്കൽ ട്രെയിനിങ്ങിന് വേണ്ടി ഇങ്ങോട്ട് വരാവുന്നതാണ്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോടെ തന്നെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.